ദാറ്റ് മീൻസ് ഞങ്ങൾ എന്തോ അപകടത്തിലാണ്. ഞങ്ങൾ നേരെ ഓഫീസിലോട്ട് പോവാണ് ഗൈസ്. ഓഫീസിൽ പോയിട്ട് ഈ സാധനം അവിടെ ഒന്ന് കൊടുക്കണം. ഒരു പേപ്പറാണ്, പേപ്പർ അവിടെ ഒന്ന് കൊടുക്കണം. ഫൈനലി ഗൈസ് ഞങ്ങൾ ഓഫീസ് എത്തിയിരിക്കണതാ. ഈ ചേച്ചിക്ക് സാധനം കൊടുക്കാനാണ് വന്നത്. അതെ വ്ളോഗാണ് എന്താണ് പറയുന്നത്. ലാസ്റ്റ് ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ വെറുതെ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് വേറെ ഒന്നിനും അല്ല ഗൈസ്, ഒരു സാധനം ചേച്ചി ഉണ്ടാക്കും. നിങ്ങൾ വിചാരിക്കും ഫുഡാണെന്ന്. തെറ്റിദ്ധരിക്കേണ്ട, ഫുഡൊന്നുമില്ല, വേറൊരു സാധനം ചേച്ചി ഉണ്ടാക്കണം. ഞാൻ എല്ലാം കൊണ്ട് കാണിക്കാം ഗൈസ്. വീട്ടിൽ ആരുമില്ല, ഞാനും ചേച്ചി മാത്രമായിട്ടാണ് പോകുന്നത്. ഒരു സാധനം ചേച്ചിക്ക് ഒരു സെയിലിന് വേണ്ടിയൊരു സാധനം ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ ഒരു കാര്യത്തിലാണ് ഗൈസ് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ഓഫീസിൻ്റെ മേളിലാണ് ഗൈസ്, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ബാക്കി വ്ളോഗ് നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണാം. ചേട്ടാ പറ. ഈ ചേച്ചിയോട് ചാറ്റ പറയാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. വളരെ മോശം ഡ്രൈവാണ്. ഞാൻ നല്ലത് പറയണമെന്ന് വിചാരിക്കും. ഓക്കെ ബൈ, ഇനി വല്ലതും കാണേണ്ടി വരും. ചേട്ടാ ഫൈനലി നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി ഗൈസ്. ചേച്ചി വീട് തുറക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലോ ഒരു സാധനം ഇവിടെ ചേച്ചിക്ക് വെക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ. ചെരുപ്പുരാൻ ട്രൈ ഹോം ടൂറൊന്നല്ല, ഹെൽമെറ്റ് മാറ്റാം. യാ റെഡി ടു സീ. ചേച്ചി കുറേ ദിവസമായിട്ട് ഈ സാധനം വെച്ചുകൊണ്ടിരിക്കണം. ഏതൊരു കോവിൽ പർപ്പസ് ആണോ വീട്ടിൽ ഒരു ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ രാവിലെ ചിക്കനാണ് കഴിച്ചത്. അപ്പം എനിക്ക് തൊടാൻ പാടില്ല. അവർ മീൻസ് അത്രയും ശുദ്ധമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ വെറുതെ തൊട്ട് നശിപ്പിക്കുന്നില്ല. വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണിത് വെക്കുന്നത് എന്നുള്ളത്. ഇതാണ് നെറ്റിപ്പെട്ടതിൻ്റെ തിങ്സ് ആണ്. ഇങ്ങനെ ഇത് ഗമ്മാണോ ചേച്ചി? ഇത് പശ എടുത്ത് പിന്നെ അളവ് എന്തെങ്കിലും ഉണ്ടോ? അത് നേരത്തെ സ്കെച്ച് ചെയ്ത് വെച്ചേക്കോ? അളവുണ്ട് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എവിടെ നിന്നാ ചേച്ചി വാങ്ങുന്നേ? മെറ്റീരിയൽസ് എല്ലാം ഇതിനുള്ള കടയുണ്ട്. പിന്നെ ഇവിടെ ട്രാൻഡത്ത് ചാലക്കകത്ത് കിട്ടും. പിന്നെ ബൾക്കായിട്ട് കിട്ടും. ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഓ, ഓൺലൈൻ ചാല. നമ്മൾ ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ചാലയിൽ ഇതൊക്കെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നും വാങ്ങാം. പിന്നെ ഈ ഗമ്മാണ്, ഇതാണ് ഗം. ഇത് ഒട്ടിക്കുന്നൊരു ഗമ്മാണ്. ഇത് മുത്ത് വലുതെല്ലാം ചേച്ചി നേരത്തെ ഒട്ടിച്ചു. നല്ല ഭംഗിയുണ്ടല്ലേ. ഈ സൈഡ് ഇവിടെ എന്താ വയ്ക്കുന്നത്? അവിടെ അരങ്ങെന്ന് പറയും. നൂല് കിട്ടും. അരങ്ങ് എന്താണ്? അരങ്ങ്. ഓക്കെ, ഞാനിവിടെ ചെറുതൊരെണ്ണം ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഗൈസ്. ചെറുതാ. ഇതും ചേച്ചി ചെയ്തതാണ്. ഇതും ചേച്ചി ചെയ്തതാണ് ഗൈസ്. ഇതിന്റെ ഇതേപോലെ ലാസ്റ്റ് ഫിനിഷ് ഇതിന്റെ വലുതാണ് ആ ഇരിക്കുന്നത്. ഇത് ചേച്ചിയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതിന് അരങ്ങെന്നാണ് പറയുന്നത്. അറ്റത്ത് ഇതേപോലെ നൂല് വരും. കുഞ്ചലം. ഇത് ചേച്ചി വീട്ടിലത്തേക്ക് ഉണ്ടാക്കിയതാണ്. അത് വർക്ക് കിട്ടി, വർക്കിന് വേണ്ടി ചെയ്ത ഒരു വർക്ക്, ഒരു നെറ്റിപ്പട്ടം ആണ്. ഇത് എത്ര മീറ്ററാ? ഇത് 3 ഫീറ്റ്. 3 ഫീറ്റ്. നല്ല ഭംഗിയുണ്ട്. വിചാരിക്കും പോലെയല്ല, നല്ല ടഫാണ്. ചേച്ചി ഇത്രയും ചെയ്യാൻ വേണ്ടി എത്ര മുത്താണ് മേടിക്കുന്നത്? മുത്ത് 3 ഫീറ്റ് എന്ന് പറഞ്ഞാൽ കണക്കിലെ സാധനം നമുക്ക് കിട്ടും. 3 ഫീറ്റിന്റെ കണക്കെന്ന് പറയും. അതായത് നമ്മളിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് 3 ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് മേടിക്കണം. അപ്പം അതിൻ്റെ കണക്കായിട്ടുള്ള മുത്തുകളും ഗമ്മ്, ക്ലോത്ത്, മറ്റേ അരങ്ങ്, എല്ലാ സാധനവും അതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് കിട്ടും അല്ലേ? അതെ. ഇതിന് സാധാരണയായിട്ട് നെറ്റിപ്പട്ടം മെയിനായിട്ട് ആനയ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ എല്ലാവരും ഐശ്വര്യത്തിനും ഒരു ഭംഗിക്കും ഇന്ത്യയിലെ ഡിസൈനൊക്കെ വേണ്ടിയിട്ട് വീടുകളിലേക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. ചെറിയത് മുതൽ വലിയ നെറ്റിപ്പട്ടം വരെയുണ്ട്. നമ്മൾ ഹാഫ് ഫീറ്റ് മുതൽ ചെറിയ കുഞ്ഞു നെറ്റിപ്പട്ടം വണ്ടികളിൽ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് 1 ഫീറ്റ് തൊട്ടുണ്ട്. 1 ഫീറ്റ് തൊട്ട് 6 ഫീറ്റ് വരെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഫീറ്റ് കണക്ക് പറഞ്ഞാലും ഇപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ഫീറ്റിൻ്റെ. ഈ 3 ഫീറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നർ ലെങ്ത് മാത്രമാണ് 3 ഫീറ്റ് വരുന്നത്. ഇന്നർ ലെങ്ത് എന്ന് പറയുമ്പോൾ അതായത് ഈ ഗോൾഡൻ ഏരിയ, അതായത് ഇവിടം തൊട്ട്
ഇപ്പൊ വീഡിയോയിൽ കാണിച്ചു തരും. ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിനെയാണ് ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഇനി പടി വരുന്നുണ്ട്. പടി എന്ന് പറയുമ്പോൾ ഒരു വീതിയുള്ള ഒരു സാധനം. അത് ഇപ്പൊ ഈ റെഡ് വെൽവെറ്റ് ആയിരിക്കും വരിക. റെഡ് വെൽവെറ്റ് വന്നിട്ട് അതിനകത്ത് ചെറിയൊരു ഡിസൈൻ പോലെ. അവിടെ നിന്നാണ് ഹാങ്ങിങ് വരുന്നത്. താഴേന്ന് വരുന്ന കുഞ്ചനം വരും നീളത്തിൽ. അതില് താഴേക്ക് വരുന്നു. കുഞ്ചനം ബേസ് ചെയ്ത് ഫുൾ അളന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഈ 3 ഫീറ്റിന്റെ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞു പടി തൊട്ട് കുഞ്ചനം വരെ അളന്ന് നോക്കുമ്പോൾ 3.5 എബോവ് വരും. അപ്പം നമ്മൾ 3 ഫീറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നത് നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് 3.5 അല്ലെങ്കിൽ 4 ഫീറ്റോളം വരും. അതാണ് കണക്കെന്ന് പറയുന്നത്. ചിലർ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. 3 ഫീറ്റ് അല്ല, 3 ഫീറ്റ് മാത്രം ഗോൾഡൻ ഏരിയയും ബാക്കിയും. ചിലർ ചെയ്യുന്നവരുണ്ട് മൊത്തത്തിൽ 3 ഫീറ്റ്. അപ്പൊ അകത്തെ ഇന്നർ ലെങ്ത് വരുമ്പോൾ കുറയും. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചു, അതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? റേറ്റ് നമ്മളുടെ മെറ്റീരിയൽസിന്റെ റേറ്റും നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ റേറ്റും. നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഇതിന്റെ അടിയിൽ ഏകദേശം 3 ലെയറാണ് പോകുന്നത്. ഇത് ഗോൾഡൻ ക്ലോത്ത്, ഇതിന്റെ അടിയിൽ പിന്നെ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് എന്ന് പറയും. ക്യാൻവാസ് ഷീറ്റ്. ദെൻ ഇത് ഔട്ടർ തുണി. ഇങ്ങനെ വരും. ചിലർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ക്ലോത്തിൽ ചെയ്യില്ല, റെഡ് വെൽവെറ്റിൽ തന്നെ ചെയ്യും. റെഡ് വെൽവെറ്റിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇത് വരും, ഗ്യാപ്പ് വരും. റെഡിന്റെ പുറത്ത് ഗ്യാപ്പ് വന്നാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ ഗോൾഡന്റെ അടിയിൽ ഗ്യാപ്പ് വന്നാൽ അറിയാൻ പറ്റില്ല. കാരണം ഗോൾഡൻ ക്ലോത്തിന്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ ഗോൾഡൻ ക്ലോത്തിൽ ചെയ്യുന്നത് ഗോൾഡൻ ക്ലോത്ത് ആയിരിക്കും കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. കാരണം ഗ്യാപ്പ് അധികം നമുക്ക് ശ്രദ്ധിക്കില്ല. ഏതാണ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്സ് വരും. അത് നമ്മൾ എപ്പോഴും ഫുൾ ഫിൽ. ഇപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഈ കാണുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗോൾഡൻ റെഡ് വെൽവെറ്റ്, റെഡിന്റെ തുണിയാണ് വെച്ചിരിക്കുന്നെങ്കിൽ കറക്റ്റ് റെഡിന്റെ ഇടയിൽ കൂടെ അറിയാൻ പറ്റും. ഇതിപ്പോ ഇതും ഗോൾഡ് ഇതിന്റെ അടിയിലത്ത് ഗോൾഡ് ആകുമ്പോൾ ഗ്യാപ്പ് വന്നാൽ നമുക്ക് വലിയ പ്രശ്നം വരും. അതാണ് ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് ഇതിനെ നമുക്ക് സിൽവറിൽ ചെയ്യാം. അപ്പൊ സിൽവർ ക്ലോത്ത് എടുക്കണമെങ്കിൽ ഇവിടുത്തെ ഇതും സിൽവർ ആവുകയാണെങ്കിൽ അറിയില്ലല്ലോ. ഇല്ല, സിൽവർ ചെയ്യും. പിന്നെ ചിലർ ചെയ്യുന്നുണ്ട് ഇത് മാത്രം, അതായത് ഈ പൊങ്ങി നിൽക്കുന്ന സാധനങ്ങൾ, ഇതിന് ഓരോന്നിനും ഓരോ എന്താ പറയുക, ഓരോ ഇതായിട്ട് പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരാണ്. വെറുതെ നമ്മൾ വെച്ചിരിക്കുന്നതല്ല. ഇപ്പൊ ഇതെന്ന് പറയുന്നത് മൂലഗണപതി. അതായത് നമ്മളുടെ ഹിന്ദു മതപ്രകാരം കുറേ സാധനങ്ങളുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ. ഇത് മൂലഗണപതി, ഇത് ത്രിമൂർത്തി. അതായത് 3 ത്രിമൂർത്തി എന്ന് പറയും. ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്. വിഷ്ണു മഹേശ്വരന്മാരെയാണ് ത്രിമൂർത്തികൾ നമ്മൾ പറയാം. ദെൻ ഇത് പാർവതി സങ്കല്പമാണ്. ഇത് ലക്ഷ്മി, ഇത് സരസ്വതി. ഇങ്ങനെ 3 സംഘടന. പിന്നെ ഇത് അഷ്ടബസുക്കള്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനെ ഓരോന്നിനും ഓരോ ഇതാണ് പറയുന്നത്. പിന്നെ ഇത് ചന്ദ്രകലകൾ. എപ്പോൾ ചന്ദ്രകല ഒറ്റ സംഖ്യയിലേ വരുള്ളൂ. ഇപ്പൊ ഇതിലിപ്പം 7 എണ്ണമാണുള്ളത്. ഫീറ്റ് അനുസരിച്ച് നീളം കൂടും. ചെറുത് 3 ഫീറ്റ് 1 വെക്കുന്നവരുണ്ട്. 1, 3, 5, 7, 9 ഇതാണ് കണക്ക്. ഈ ഒറ്റ സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്ന ഈ കൗണ്ട് ആണ് ഒറ്റ സംഖ്യ. ഇത്ര എണ്ണം പിടിച്ച് ഒറ്റ സംഖ്യ ആയിരിക്കണം. ഇതിപ്പോ 7 എണ്ണം ഉണ്ട്. 3 ഫീറ്റില് ഞാൻ 7 എണ്ണം. ഇനി അടുത്ത് 9 പാടുള്ളൂ. ഇനി വെക്കുകയാണെങ്കിൽ 9 ആയിരിക്കണം. 8 വെക്കാൻ പാടില്ല, 8 സംഖ്യ പാടില്ല. മനസ്സിലായി. പിന്നെ ഇതെല്ലാം ഫില്ലിംഗ് ബീഡ്സ് ആണ്. ഇതെല്ലാം ഫില്ല് ചെയ്യണം. ഇതിനെല്ലാം ഫില്ലിംഗ് ബീഡ്സ് എന്ന് പറയും. പിന്നെ നമുക്ക് അരങ്ങ് കെട്ടണം. അരങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല്. അത് നമ്മുടെ പ്രിഫറൻസ് ആണ്. പിന്നെ ചിലർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ അമ്പലങ്ങളിൽ കൊടുക്കാനാണെങ്കിൽ ഈ മൂലഗണപതിയുടെ താഴെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ശിവന്റെ ഫോട്ടോ, പിന്നെ ചില സമുദായക്കാർ വാങ്ങിക്കും, NSS, SNDP. അപ്പൊ അവർ പറയുന്ന ഫോട്ടോസ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ഈ മൂലഗണപതിയുടെ താഴെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ അത് വെക്കും. ത്രിമൂർത്തികളുടെ താഴെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇതാണ് നെറ്റിപ്പട്ടത്തിന്റെ. പിന്നെ നെറ്റിപ്പട്ടത്തിന്റെ നമ്മൾ ഗ്ലൂ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്, ഗ്ലൂ ചെയ്യുന്നവരുണ്ട്. അതായത് സ്റ്റിച്ച് ചെയ്യാം. ഈ തുണി ഇത് ഇങ്ങനെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് റേറ്റ് നല്ല കൂടുതലായിരിക്കും. കാരണം അത് ക്വാളിറ്റി സ്റ്റിച്ച് ആയിരിക്കും. നമ്മൾ അതിനനുസരിച്ച് റേറ്റ്. ഇപ്പം കുറഞ്ഞ റേറ്റിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബീഡ്സ് വെച്ച്, ഫെവി വെച്ച്, ഫെവിക്വിക്ക് വെച്ച്. പക്ഷെ ഇത് ഭയങ്കര ഇതാണ്, അനങ്ങില്ല. നമ്മൾ എന്ത് ചെയ്താലും ഇത് അനങ്ങില്ല. ഇതും ചെയ്യാം. പിന്നെ ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. അതായത് നമ്മൾ തുണികളിലൊക്കെ ഉപയോഗിക്കും. അത് ചിലത്, കാരണം ചിലർക്ക് ഇത് അലർജി ഉണ്ടാവും. ഇതിൽ ഭയങ്കര ഒരു സ്മെല്ലാണ്.
പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, ഇത് ചെയ്യുന്ന ചേച്ചി ഭയങ്കര ഡെഡിക്കേറ്റ് ചെയ്തിരുന്നാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ചേച്ചി ഫുഡിൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും മീൻസ് കോവിലിൽ ഇതത്രയും ഓരോന്നും സങ്കല്പങ്ങളാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ അവതാരങ്ങളും ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചേച്ചി ഫുഡ് കഴിക്കുന്നതിലാണെങ്കിലും കുക്ക് ചെയ്യുന്നതിലാണെങ്കിലും ഒന്നും ഇപ്പം ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ചേച്ചി ഇത് വന്നിട്ട് ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഒരു വ്രതം എടുത്തതുപോലെ തന്നെയാണ് ചേച്ചി കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ചെയ്യുന്നത്. എന്തായാലും ചേച്ചി വർക്ക് ഇനിയും കുറേ ഉണ്ട്. ഇത് കുറേ ദിവസമായിട്ട് എടുത്ത് ചെയ്ത വർക്കാണിത്. കുറേ നാളായിട്ട് അറൗണ്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പിറകെയാണ് ചേച്ചി. ഫുഡും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു 1 hour ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ചേച്ചി ഇവിടെ വന്നിരുന്നു ഇതേ ഇങ്ങനെ ചെയ്യൊക്കെ വരും. ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്കും കൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ കൂടെ കയറി വന്നതാണോ, നിങ്ങൾക്കും ഇത് കാണിച്ചു തരാൻ തോന്നി. ഗൈസ് ഇവിടം വരെ മുത്തൊക്കെ വെച്ചു. ഇനി നമുക്കത് ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ട് കാണാം. കുറച്ച് ഇനി ഇതിവിടെ അത്രയും ഫില്ല് ചെയ്യണം. ഈ ബീഡ്സൊക്കെ എല്ലായിടത്തും എന്തെങ്കിലുമുള്ള എല്ലാ ഗ്യാപ്സിലും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു ഫില്ല് ചെയ്ത് പിന്നെ ഇവിടുത്തെ ഒരു നൂല് വെക്കണം, ഇവിടെ പടി വയ്ക്കണം, അവിടെ കുഞ്ചെല്ലാം വയ്ക്കണം. ഇതെല്ലാം വെച്ചതിന് ശേഷം ബാക്കി വർക്ക്സൊക്കെ നടക്കുകയാണ്. ഇങ്ങനെ എല്ലാം ബോറായിട്ട് ഇരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ലുക്ക് കാണിക്കാം. ഗൈസ് നമ്മൾ പോവാണ്. ഇനി അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ വീട്ടിൽ ഓക്കെ ടാറ്റാ.